നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടാ ജഗ, ആ സാരി നീ ഇപ്പൊ വാങ്ങ്, എന്നിട്ട് നീ കൊണ്ടുപോയി കൊടുക്ക്. നിനക്കപ്പോ വന്ദനെ ഒന്നുകൂടെ കാണാലോ. ഇത്രയും നാളുള്ള ദേഷ്യവും പകയൊക്കെ ഉറഞ്ഞു തുള്ളി വന്നതിന്റെ ശക്തി ഉണ്ടായിരുന്നു ആ തല്ലിന്. ഞാൻ ഒന്നും പറയണ്ട, എനിക്ക് കേൾക്കാനും താല്പര്യമില്ല. സോറി. ജഗൻ, ഞാൻ നമ്മുടെ ചാപ്റ്റർ ഇതോടെ അവസാനിച്ചു. ഇനി ജഗൻ നിന്റെ പുറകെ വരില്ല. കണ്ടാ മാറി നടന്നോളാം. അല്ല, ഞാൻ ഒന്നും കേൾക്കണ്ട. പ്ലീസ്. നിന്റെ അടിയിൽ ഡോക്ടർ പോലും ശ്രമിച്ചിട്ട് എടുക്കാനാകാത്തൊരു പല്ല പൊട്ടിയത്. ജഗൻ, ആ അളിയ, ആ നീ ബൈക്കപ്പ് വർഷോപ്പിൽ നിന്ന് ഇറക്കി? ആ ഇറക്കി. അല്ല, നീ എപ്പോന്നു? നീ എന്താ വിളിക്കാത്ത? ഞാൻ വിളിച്ചിരുന്നു, നീ ഫോൺ എടുത്തില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങ് വന്നത്. കാമുകിയുടെ കയ്യിൽ നിന്ന് കിട്ടിയല്ലേ? സംഭവം സത്യ, പക്ഷേ അത് അവക്കൊരു അബദ്ധം പറ്റിയതാ. അബദ്ധം? അതിന്റെ പേരില് പാവ എന്നോട് മാപ്പ് പറഞ്ഞടാ. ആ ഇപ്പോഴേ അവക്ക് എന്നോട് ഇഷ്ടക്കേടൊന്നുമില്ല. എന്നെ കാണുമ്പോ ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. കൊള്ളാം. കാമുകിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയാലും അത് നിനക്ക് സന്തോഷമാണെന്ന് അർത്ഥം. ഒന്ന് പറഞ്ഞാ രണ്ടിനെ അടിക്കാൻ കഴിയുമെന്ന് നീ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ആയത്? അതാണ് അളിയ പ്രണയം. ആത്മാർത്ഥ പ്രണയത്തിനു മുമ്പിൽ തല്ലും തലോടലായി മാറും. കൊടും വേനലും നിലാവായിട്ട് തോന്നുന്ന പോലെ. ആ നീ അത്തേക്ക് വാ. ആ ചേട്ടൻ വരുന്നു. ചേട്ടാ സുഖാണോ? ആ സുഖം തന്നെ. നീ പോന്നു? കുറച്ചു നേരമായി. ജഗം വരാത്തോണ്ടാ അകത്തോട്ട് കയറാത്ത്. നിന്റെ അനിയത്തിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഫൈനൽ ഇയറാ. ഓ, അല്ല ഏട്ടൻ ഇതെങ്ങോട്ടാ? ഞങ്ങൾ ഇന്നലെ സിറ്റിയിൽ പോയപ്പോ ഒരു സാരി വാങ്ങിയിരുന്നു. വിദ്യക്ക് വേണ്ടിയാ വാങ്ങിയത്. പക്ഷെ ഈ സാരി വിദ്യക്കല്ല ഹരിതയ്ക്കാ ചേരുന്നതെന്ന് അവള് പറയുന്നത്. അതുകൊണ്ട് ഈ സാരി മാധവനാരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനാ ഞാൻ പോകുന്നത്. ആ അപ്പോ ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ കയറിയിരിക്കേ. ഓ, എന്റെ ഓരോരോ കഷ്ടപ്പാടുകളെ. എടാ ജഗ, ആ സാരി നീ ഇപ്പൊ വാങ്ങ്, എന്നിട്ട് നീ കൊണ്ടുപോയി കൊടുക്ക്. നിനക്കപ്പോ വന്ദനെ ഒന്നുകൂടെ കാണാലോ. എടാ, ചേട്ടനെ വിളിച്ച് നീ കൊണ്ടുപോയി കൊടുക്കാന്ന് പറ. ഏട്ടാ ആ നിക്ക്. ഏട്ടാ, ഏട്ടൻ സാരിയായിട്ട് പോണമെന്നില്ല. ഞാനിപ്പോ പാർട്ടി ഓഫീസിലേക്ക് പോകും. ഹരിതയുടെ വീടിനടുത്തൂടെയാ പോകുന്നേ. സാരി കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ, കാര്യമായി. ഞാൻ മാധവനാരുടെ വീട്ടിലേക്ക് പോകുന്ന ബുദ്ധിമുട്ട് ആലോചിച്ച് വിഷമിച്ചിരിക്കായിരുന്നു. എനിക്കത് തോന്നി. അല്ലെങ്കിൽ തന്നെ ഏട്ടൻ ഈ സമയമില്ലാത്ത സമയത്ത് സാരിയായിട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഒത്താൽ ചേട്ടൻ ഈ സംസ്ഥാനം ഭരിക്കേണ്ട ആളാണെന്ന് ജഗൻ എപ്പോഴും പറയാറുണ്ട്. ഞാനും ഏട്ടനും കൂടി കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യട്ടെ. ഏട്ടനിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതാണ്. ഒരു കാര്യം ചെയ്യ്, ജഗൻ പോയി ഹരിതയ്ക്ക് സാരി കൊടുത്തു. ഞാൻ ഏട്ടനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യട്ടെ. ഏട്ടന്റെ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാലോ. ശരി.
ആ പിന്നെ എന്തൊക്കെയാണ്? അമ്മേ, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ജഗൻ. ജഗനെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില സത്യങ്ങളുണ്ട്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അമ്മേ, തെറ്റ് എന്റെ ഭാഗത്തല്ല. മതി. പാവപ്പെട്ട ഒരു പയ്യന്റെ ചെകിട്ട് തടിച്ചിട്ട് തെറ്റിനെ ന്യായീകരിക്കാൻ നോക്കുന്നോ? ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ കെട്ടുകഥകളും ചമച്ചുകൊണ്ടായിരിക്കും നിന്റെ വരവ്. അതൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കാൻ അച്ഛന് ക്ഷമയില്ലേ? എങ്ങനെ ക്ഷമയുണ്ടാവും? ഒരുപാട് ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കുന്നവളാ നീ. എല്ലാം കടിച്ചമർത്തി എല്ലാവരോട് സ്നേഹത്തോടെ പെരുമാറുന്ന നീ നിന്റെ കൈകൊണ്ട് തന്നെ ഇങ്ങനൊരു തെറ്റ് ചെയ്തപ്പോ ചന്ദ്രിക പറഞ്ഞതാ ശരി. നിന്റെ ഭാഗത്താ ന്യായമെന്ന് സ്ഥാപിച്ചെടുക്കാൻ വില കുറഞ്ഞ കൂടെ കെട്ടുകഥകളുമായിട്ടായിരിക്കും നീ വന്നിരിക്കുന്നത്. അത് കേൾക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല മോളെ. ആ, നിന്റെ ചെകിട്ടത്തിട്ടൊന്ന് തിരിച്ചു തരാനുള്ള ആരോഗ്യവും മനസ്സും സ്വാധീന ശക്തിയും ഒക്കെ ഉള്ളവനാ ജഗൻ. എന്നിട്ട് അവനത് ചെയ്തില്ലല്ലോടി. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനെ പോലെ നോക്കി നിന്നില്ലേ അവൻ? നിന്റെ ചെകിട്ടത്തെ 1000 തല്ല് തല്ലുന്നതിനേക്കാൾ ശക്തി ഉണ്ടായിരുന്നു അവന്റെ സഹനശക്തിക്ക്. അവിടെ നീ തോറ്റുപോയല്ലോ. അതുകൊണ്ടാ ഈ ഇരിക്കുന്ന ദീമോളുണ്ടല്ലോ, അവള് പോലും നിന്നെ വെറുത്തു പോയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.